സെറ ക്രിയേഷൻസ്. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത് നോക്കാം. ബലൂൺസാണ് നമ്മുടെ മെയിൻ ഐറ്റം. പിന്നെ ഫെവിക്കോൾ വേണം നമുക്ക് ഒട്ടിക്കാനായിട്ട്, അത് ഡൈല്യൂട്ട് ചെയ്ത സൊല്യൂഷനും വേണം. പിന്നെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്വയർ പീസിലും റെക്റ്റാങ്കിൾ ഷേപ്പിലും. അപ്പം അങ്ങനെയുള്ള കുറച്ച് പീസസ് വേണം. പിന്നെ നമുക്ക് ഇതുപോലൊരു പാത്രം വേണം, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കിക്കോളൂ എന്തിനാണ്. പിന്നെ നമുക്ക് അക്രിലിക് പെയിൻറ്റ്സ് വേണം, പിന്നെ ബ്രഷസും. ആദ്യമായിട്ട് നമുക്ക് ബലൂൺ നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിൽ ഊതി വേർപ്പിച്ചതും നമുക്ക് കെട്ടി സേഫാക്കി വെക്കാം. അപ്പോൾ ഞാനത് എനിക്ക് വേണ്ട സൈസിൽ കെട്ടി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പാത്രം, അതിലോട്ട് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ പാത്രം കേട്ടോ. പിന്നെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെവിക്കോൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഒഴുകി പോകും ബലൂണിൻ്റെ മേളിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ. അപ്പം ജസ്റ്റ് ഒന്ന് പുരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ആ പേപ്പർ സൊല്യൂഷനകത്ത് മുക്കി ബലൂണിൻ്റെ മേളിൽ വയ്ക്കുന്നതായിരിക്കും ഈസി. ബിക്കോസ് ഇത് നമുക്ക് കണ്ടില്ലേ, ഇതിങ്ങനെ ഒഴുകിപ്പോകും നമ്മുടെ പശ. സോ ഞാനങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ പോവാണ്. ഒരു ലെയർ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത ലെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇങ്ങനെ നമുക്ക് ഏകദേശം ഒരു 6, 7, 8 ലെയേഴ്സ് ഒട്ടിച്ചാലും കുഴപ്പമില്ല. നല്ല കട്ടിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു സർഫസിന്. സോ ഞാനത് ഒരു 6-7 ലെയർ ഞാനിതിന് നന്നായിട്ട് കവറപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 ആകാറായിട്ടുണ്ട്. ഞാനപ്പം അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേലെ ഒന്ന് ടിഷ്യൂവും കൂടെ ഒട്ടിച്ച് കൊടുക്കാം, സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ടിഷ്യൂ വെച്ചൊന്ന് കവറപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഞാൻ എൻ്റെ ഈസിക്ക് വേണ്ടി ചെയ്തതാണ്. ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളപ്പോൾ ടിഷ്യൂ ഫുൾ കവർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ടുണ്ട്. നമ്മുടെ ഫെവിക്കോളിൻ്റെ ആ ഒരു പശയാണ് നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ തുറന്നിരിക്കുന്ന ആ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാനായിട്ട് ഒരു ടേപ്പോ അങ്ങനെയുള്ള സർക്കിൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആക്കി എടുക്കാനൊരു 2 ദിവസം എടുത്തു കേട്ടോ. ആ സമയം കൊണ്ട് വെള്ളം ചുങ്ങിപ്പോയി, കണ്ടോ ചെറുതായി പോയി. ഫുള്ളി മഴയായതുകൊണ്ടാണ് നമുക്ക് ഉണങ്ങി കിട്ടാനായിട്ട് താമസിച്ചത്. ഇനി എന്തായാലും നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് സിമെൻറ്റാണ്. സിമെൻറ്റ് നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തത്. നമുക്കിനി അത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ന്യൂസ് പേപ്പറിൻ്റെ മേലിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഏകദേശം ഒരു മീഡിയം തിക്നെസ് മതി. ഒത്തിരി തിന്നായാലും പ്രോബ്ലമാണ്, പ്രോബ്ലമാണ്. അതുകൊണ്ടൊരു നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം അതിൻ്റെ ഷേപ്പ് നമുക്ക് സർക്കിൾ ഷേപ്പിൽ തന്നെ കിട്ടണം. സോ നല്ല ഏകദേശം ഒരു യൂണീക്കായിട്ടുള്ള തിക്നെസ് വേണം എല്ലാ ഭാഗത്തും വരാനായിട്ട്. ഇതൊരു ഫിനിഷ് നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഫിനിഷിങ് കാണത്തില്ല, നമുക്ക് പരിചയമില്ലാത്ത പരിപാടി ആയതുകൊണ്ടാണ്. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ സിമെൻറ്റ് തേക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് അടിയിൽ ഭാഗം ബേസ് ഒന്ന് ചടക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് അത് നേരെ വെക്കാനായിട്ട് പറ്റത്തില്ല. എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനിത് കഴിഞ്ഞ് കാണിക്കുന്നത്. ഇനി
ഫൗണ്ടേഷൻ ഇതിൻ്റെ മേലെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ കുറച്ച് തിക്കറായാൽ മതി, ഷട്ടിലായിട്ട് ലൈറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു പിടുത്തം വരും. ഇനി ക്രാക്ക് വന്നാലും നമ്മുടെ പീസ് അതിൽ നിന്ന് അടന്നു പോകാതിരിക്കുന്നതിനാണ് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഫുൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ ഫെവിക്കോൾ ഫുള്ള് കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആവണം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അത് ഡ്രൈ ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ അടിച്ചു കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ കളറോ പാറ്റേൺസോ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടെറാക്കോട്ട ഷൈനിങ് കളറാണ് കൊടുക്കുന്നത്. ഇതൊരു കോപ്പർ ഫിനിഷ് വരുന്ന ഒരു പെയിൻറ്റാണ്. അപ്പം ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോട്ട് പെയിൻറ്റ് മതിയാവും, കാരണം ഇത് നല്ല തിക്കായിട്ടാണ് ഈ പെയിൻറ്റ്. സോ ഞാനൊരു സിംഗിൾ കോട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഫുൾ കവർ ആവുന്നുണ്ട്. സോ ഒരു സിംഗിൾ കോട്ട് അടിച്ച് നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം. അപ്പോൾ ഞാൻ ഒരു കോട്ട് അടിച്ച് പെയിൻറ്റ് ഫുള്ള് കവറപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡ്രൈ ആവാൻ വെക്കണം. ഇത് കുറച്ച് സമയം എടുക്കും, കാരണം നമുക്ക് ഫെവിക്കോളിൻ്റെ ഒരു ഇതുണ്ട്. സോ അത് എല്ലാം കൂടെ ഉണങ്ങി വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും. അപ്പം ഇതാണ് നമ്മുടെ ഡ്രൈ ആയ പ്രോഡക്റ്റ്. ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെയാണ്. സിമെൻ്റ് ആയതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇതിനകത്ത് ഫ്ലവേഴ്സ് വെക്കാം, അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെക്കാം. കണ്ടോ, ഞാൻ ഫ്ലവർ വെച്ചു. ഇങ്ങനെ ഒരു ഇതിലായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇനി പല സ്റ്റൈൽസിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി വേറൊരു ഫ്ലവർ വെച്ച് നോക്കി. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ഏതൊരു ഫ്ലവേഴ്സിൻ്റെ കളറും